Today I am going to teach Political Science class 7. Our next chapter is Growing Up as Boys and Girls. Being a boy or a girl is an important part of one's identity. നമ്മുടെ ഐഡന്റിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ബോയ് ഓർ ഗേൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേരിനോടടുത്ത് തന്നെ ജെൻഡറിനും സ്ഥാനമുണ്ട്. ആണാണോ പെണ്ണാണോ എന്ന് അവിടെ കാണിച്ചിരിക്കണം. അതാണ് ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലും ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് അത് നോക്കാം. Okay, being a boy or a girl is an important part of one's identity. The society we grow up in teaches us what kind of behavior is acceptable for girl and boys, what boys and a girl can or cannot do. Okay, അപ്പം നമ്മൾ പഠിച്ചല്ലോ, നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ബോയ് ഗേൾ എന്ന് പറഞ്ഞു, അതായത് ജെൻഡർ. അപ്പോൾ അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ടുള്ള ബിഹേവിയറൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഇല്ലേ? അതായത് ഒരു കുട്ടി ഒന്ന് വീണാൽ പെട്ടെന്ന് ആളുകൾ ചോദിക്കും, ഒരു ആൺകുട്ടി ഒന്ന് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ എന്താ പറയുന്നത്? അയ്യോ, ആൺകുട്ടികൾ കരയുമോ, പെൺകുട്ടികളല്ലേ കരയുന്നത് എന്നൊക്കെയുള്ള ഓരോരോ ബിഹേവിയർ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലേ, ഓരോരോ ജോലികളൊക്കെ എങ്ങനെയാണ്? ഓരോരോ ജോലികളും അതായത് ആൺകുട്ടികൾക്ക് ഇന്ന ജോലി മാത്രമേ ചെയ്യാവൂ, പെൺകുട്ടികൾക്ക് ഇന്നതേ ചെയ്യാവൂ, ഇതൊക്കെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. But do all societies look at boys and girls in the same way? We will try and answer this question in this chapter. We will also look at how the different roles assigned to boy and girls prepare them for their future roles as men and women. അപ്പം നമ്മൾ ഈ ചെറുതിലെ തന്നെ കേട്ടിട്ടുണ്ട് എന്നതാ, പെൺകുട്ടികൾ അടുക്കളപ്പണി ചെയ്യണം, ആൺകുട്ടികൾ അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരു ബിലീഫ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കാം. ഓക്കെ ഓക്കെ ഗ്രോയിങ് അപ്പ് ഇൻ സമോവ ഇൻ ദി 1920s. അതായത് നമുക്ക് സമോവ ഐലൻഡിൽ നടക്കുന്ന ഒരു കാര്യം നോക്കാം. ദ സമോവൻ ഐലൻഡ്സ് ആർ പാർട്ട് ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഐലൻഡ്സ് ഇൻ ദി സദേൺ പാർട്ട് ഓഫ് ദ പസഫിക് ഓഷ്യൻ. അതായത് പസഫിക് ഓഷ്യനിലെ സദേൺ പാർട്ടിൽ കാണുന്ന ഒരു ഗ്രൂപ്പാണ് സമോവ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദി 1920s, അക്കോർഡിംഗ് ടു റിസർച്ച് റിപ്പോർട്ട്സ് ഓൺ സമോവൻ സൊസൈറ്റി, children did not go to school. They learned many things, such as how to take care of children or do household work from older children and from adults. Fishing was a very important activity on the islands. Young people therefore learned to undertake long fishing expeditions. But they learned these things at different points in their childhood. അപ്പം 1920 നടന്ന ഒരു റിസർച്ചിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. അവിടുത്തെ കുട്ടികളൊന്നും സ്കൂളിൽ പോകാറില്ല. ഇവർ എന്താണ്, സ്കൂളിൽ പോകാതെ പല കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടികൾ താഴെയുള്ള കുട്ടികളെ നോക്കണം, മുതിർന്ന ആളുകളിൽ നിന്നും എല്ലാം അവർ പഠിച്ചു. ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷിംഗ് ആണ്. ഇവിടെ ചെറുതിലെ മുതൽ ആൾക്കാർ ഫിഷിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കുട്ടികളെ നോക്കുക, ഫിഷിങ്, ഇതൊക്കെയാണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇവരെ സ്കൂളിൽ വിടാറില്ല. ഓക്കെ, ആസ് സൂൺ ആസ് babies could walk, their mothers or other adults no longer looked after them.
അപ്പോൾ ഈ കുട്ടികളെയൊക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുതിർന്ന ആൾക്കാർ അവർ നോക്കാറില്ല. അല്ലേ? Older children often as young as 5 years old took over this responsibility. അമ്മമാർ മറ്റുള്ളവരോ അല്ല ഈ കുട്ടികളെ നോക്കുന്നത്, അവരെ മൂത്ത പിള്ളേരാണ് അവരെ നോക്കുന്നത്. Both boys and girls looked after their younger siblings, but by the time a boy was about 9 years old, he joined the older boys in learning outdoor jobs like fishing and planting coconuts. അപ്പോൾ എന്താന്ന് നോക്കിയേ, നമ്മൾ ഈ കൊച്ചു കുട്ടികളെ നോക്കുന്നതിൽ ഈ മുതിർന്ന കുട്ടികൾ കൊച്ചു കുട്ടികളെ നോക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് വേർതിരിവൊന്നുമില്ല, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒന്നുമില്ല, എല്ലാ കുട്ടികളെയും നോക്കും. 9 വയസ്സാകുന്ന സമയമാകുമ്പോൾ ആൺകുട്ടികളൊക്കെ എന്നായും പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് പോകും. പിന്നെന്താ ചെയ്യുന്നത്? അവരുടെ പണി എന്താണ്? അവർ ഫിഷിങ്ങും കോക്കനട്ട് പ്ലാന്റൊക്കെ ചെയ്യുന്നതൊക്കെ പഠിക്കും. ഓക്കെ. Girls had to continue looking after small children or do errands for adults till they were teenagers. But once they become teenagers, they had much more freedom. അപ്പോൾ എന്താണ്, അവർ ഈ പെൺകുട്ടികളൊക്കെ ഇളയ കുട്ടികളെയൊക്കെ നോക്കും. പക്ഷേ ടീനേജൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഫ്രീഡമൊക്കെ കിട്ടും. ആഫ്റ്റർ ദ ഏജ് ഓഫ് 14 or so, girls also went on fishing trips, worked in the plantations, learned how to weave baskets. Cooking was done in special cooking houses where boys were supported to do most of the work while girls helped with the preparations. അപ്പോൾ ഈ പെൺകുട്ടികൾ ഫിഷിങ് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഫിഷിങ്ങും ബാസ്ക്കറ്റ് വർക്കും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കുക്ക് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട്. ഓക്കെ. ദെൻ അടുത്ത നെക്സ്റ്റ്, ഗ്രോവിങ് അപ്പ് മെയ്ഡ് ഇൻ മധ്യപ്രദേശ് ഇൻ ദി 1960s. ഓക്കെ. ഇനി മധ്യപ്രദേശിലെ ഒരു കാര്യം നമുക്ക് നോക്കാം, അല്ലേ? ഫ്രം ക്ലാസ് 6 ഓൺവേർഡ്സ് ബോയ്സ് ആൻഡ് ഗേൾസ് വെന്റ് ടു സെപ്പറേറ്റ് സ്കൂൾസ്. അപ്പം 1960 മധ്യപ്രദേശിനെ കുറിച്ചൊരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുള്ളതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അതായത് 6 മുതൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകളായിരുന്നു ഉള്ളത്. ആൺകുട്ടികളുടെ സ്കൂള് വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദ ഗേൾസ് സ്കൂൾ വാസ് ഡിസൈൻഡ് വെരി ഡിഫറെൻ്റ്ലി ഫ്രം ദി ബോയ്സ് സ്കൂള്. They had a central courtyard where they played in total secularism and a safety from the outside world. The boys' school no such courtyard and our playground was just a big space attached to the school. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഗേൾസിൻ്റെ സ്കൂളെന്ന് പറയുന്നത്, അവർക്ക് വലിയൊരു സെൻട്രൽ കോർട്ട്യാർഡൊക്കെ ഉണ്ട്. ഗേൾസിൻ്റെ സ്കൂളിന് നടുക്കൊരു കോർട്ട്യാർഡുണ്ട്. അവിടെയാണ് അവർ കളിച്ചിരുന്നത്. അത് വളരെ സേഫായിട്ടായിരുന്നു അവരുടെ എല്ലാം. ആൺകുട്ടികൾക്ക് അങ്ങനെ ആയിരുന്നില്ല, അവർക്ക് അങ്ങനെ കോർട്ട്യാർഡൊന്നും ഉണ്ടായിരുന്നില്ല. എവറി ഈവനിങ് വൺസ് സ്കൂൾ വാസ് ഓവർ ദ ബോയ്സ് വാച്ച്ഡ് ആസ് ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾ ഗേൾസ് ക്രൗഡഡ് ദ നാരോ സ്ട്രീറ്റ്സ്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ സ്കൂൾ വിടുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നില്ലേ, അതെല്ലാം നമ്മൾ ബോയ്സ് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. As these girls walked on the streets, they looked so purposeful. This was unlike the boys who used the streets as a place to stand around idling, to play, to try out trick with their bicycles. അപ്പോൾ ഇവിടെ എന്താണ്, ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. എന്നാൽ ബോയ്സിനോ കളിക്കുവാനുള്ള സ്ഥലമാണ്. അവർക്ക് സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള ഏരിയ ആയിട്ടാണ് ബോയ്സ് സ്ട്രീറ്റിനെ കാണുന്നത്. അവിടെ നിന്ന് ട്രിക്സ് ഒക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നു. Then the girls always went in groups, perhaps because they also carried fears of being teased or attacked. അതായത് മറ്റുള്ള ആളുകളൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് പേടി ഉള്ളത് കൊണ്ട് ഗേൾസ് ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്.
After reading the two examples above, realize that there are many different ways of growing up. അപ്പം നമ്മൾ രണ്ട് കാര്യം പഠിച്ചു, സമവായിലും മധ്യപ്രദേശിലും. എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. Often we think that there is only one way in which children grow up. This is because we are most familiar with our own experience. If we talk to elders in our family, we will see that their childhoods were probably very different from ours. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഇഫ് വി ടോക്ക്, അതായത് നമുക്ക് എൽഡേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ചൈൽഡ്ഹുഡ് പോലെ അല്ല നമ്മുടേത്, ഡിഫറൻ്റ് ആയിട്ടാണ്, ഡിഫറൻ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ഇതെന്താണ്, ഇൻ്റർനെറ്റ് യുഗമാണ്. പണ്ടോ അവരതൊന്നും യൂസ് ചെയ്തിട്ടില്ല പണ്ടുള്ളവർ. ഓക്കെ. Then we also realize that societies make clear distinctions between boy and girls. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. വളരെ ചെറുതിൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ, given different toys to play with. Boy are usually given cars to play with and ഗേൾസ് ഡോൾസ്. അപ്പോൾ ബോയ്ക്ക് കാർ വാങ്ങിച്ചു കൊടുക്കുന്നു, എന്നാൽ ഗേൾസിനോ ഡോൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അതാണ്. ബോത്ത് ടോയ്സ് ക്യാൻ ബി എ ലോട്ട് ഓഫ് ഫൺ ടു പ്ലേ വിത്ത്. വൈ ആർ ഗേൾസ് ആൻഡ് ഗിവൺ ഡോൾസ് ആൻഡ് ബോയ്സ് കാർഡ്സ്? Toys become a way of telling children that they will have different futures when they become men and women. അപ്പം നോക്കിയേ, എന്താ അവിടെ പറയുന്നത്, ചെറുപ്പത്തിൽ തന്നെ ഈ ഡിഫറൻസ് ആയിട്ടാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിലും അങ്ങനെ തന്നെ വരും. ഓൾ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, this differences is created in the smallest and most everyday things. How girls must dress, what games boys should play. അപ്പോൾ എന്താണ്, how girls need to talk softly or a boy need to be tough. All these are ways of telling children that they have specific roles to play when they grow up to be men and women. അപ്പോൾ എന്താണെന്ന് നോക്കിയേ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടല്ലേ. ഇപ്പം ഇവിടെ എന്താ പറഞ്ഞത്, അതായത് ബോയ്സിന് പ്രത്യേകിച്ചും ഗേൾസിന് അതേ രീതിയിൽ, ഗേൾസിന് വേറെയും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ബോയ് വളർന്ന് വരുമ്പോൾ എന്തായിത്തീരണം, ഗേൾസ് എന്തായിത്തീരണം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇൻ മോസ്റ്റ് സൊസൈറ്റീസ് ഇൻക്ലൂഡിങ് അവർ ഓൺ, ദ റോൾസ് മെൻ ആൻഡ് വുമൺ പ്ലേ ഓർ ദ വർക്ക് ദേ ഡു ആർ നോട്ട് വാല്യൂഡ് ഈക്വലി. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ ഒരിക്കലും സ്ത്രീകൾക്ക് പുരുഷന്മാർ ചെയ്യുന്ന ജോലിയുടെ അത്ര വാല്യൂ കിട്ടുന്നുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്ന ജോലിയുടെ വാല്യൂ അവർക്ക് പുരുഷന്മാരുടെ അത്രയും കിട്ടുന്നില്ല. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. അതിനകത്ത് ഒരു എസ്കേഷന് പോകുവാനായിട്ട് ടീച്ചർ ഒരു കുട്ടിക്ക് പെർമിഷൻ കൊടുക്കും. അപ്പം എന്താണ്, വീട്ടുകാരും കൂടെ ചെല്ലണമെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, അവളുടെ കൂട്ടുകാരൻ്റെ മദർ എല്ലാ വർഷവും എക്സ്കേഷന് പോകുന്നുണ്ട്. അപ്പോൾ പറയാം അവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അന്നേരം ഇവളുടെ അമ്മ ചോദിക്കുകയാണ്, വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന അവരുടെ അമ്മയല്ലേ. അപ്പം അങ്ങനെ അവരൊരു ദിവസം സ്ട്രൈക്ക് എടുക്കുകയാണ്. അപ്പം വീട്ടിൽ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലാകും. അതാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ.